ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായ ഒരു ഭവനം എന്നത്. അത് ദാ ഇന്ന് സഫലമാകാൻ പോകുകയാണ്. അതിനായിട്ട് ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ചടങ്ങുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നിലവിളക്കൊക്കെ കത്തിച്ച് തിരിയൊക്കെ സെറ്റാക്കി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് കുടവും വെള്ളവും, പിന്നെ അടുത്ത മൺകലത്തിൽ പാല്, പിന്നെ അടുത്തായിട്ട് പച്ചക്കറികൾ, പിന്നെ അടുത്ത് പണപ്പെട്ടി, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. 5 ഐറ്റമാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 5 പേരായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്നത്. അതിനുവേണ്ടി എല്ലാവരും സെറ്റായി നിൽക്കുകയാണ്. അതിനുവേണ്ടി എല്ലാം സെറ്റാക്കി നിലവിളക്കും പിന്നെ തിരിയൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിസ്സാറേട്ടനാണ്, എൻ്റെ ഹസ്ബൻഡാണ് നിസ്സാർ. അതായത് നിസ്സാറേട്ടനാണ് അടുത്ത് നിലവിളക്കം കൊണ്ട് കയറുന്നത്. അതിൻ്റെ അടുത്തായിട്ട് ഞാൻ കയറുന്നുണ്ട്. അതിൽ കുടവും വെള്ളമാണ്. എൻ്റെ ഇളയ മോൾ പാലും കുടവുമായിട്ട്, അതായത് മൺകലത്തിൽ പാൽ നിറച്ച് അതാണ് കൊണ്ടുകയറുന്നത്. അടുത്തായിട്ട് എൻ്റെ സഹോദരനാണ് പണപ്പെട്ടിയായിട്ട് കയറുന്നത്. എൻ്റെ മൂത്ത മോളാണ് പച്ചക്കറിയുമായിട്ട് കയറുന്നത്. അതിൻ്റെ കുറച്ച് നിമിഷങ്ങളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ വാതിൽ തട്ടി അങ്ങനെ കയറുന്ന കുറച്ച് ചടങ്ങുകളുണ്ട്, അതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ വീടിനകത്തേക്ക് എല്ലാവരും ഓരോരുത്തരായിട്ട് കയറുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് നിലവിളക്കും പണപ്പെട്ടിയും കന്നിമൂലയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ കൊണ്ടുപോയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ കൊണ്ടുപോയി കുടവും വെള്ളവും വെച്ചു, പച്ചക്കറിയും വെച്ചു. അതിനുശേഷം കലത്തിലിരുന്ന് പാലെടുത്ത് അടുപ്പിൽ വെച്ചു. അത് കത്തിച്ചു കൊടുക്കാൻ പോവുകയാണ്. കത്തിച്ചു കൊടുക്കുന്നതിന് മുന്നേറ്റാണ് ഞാൻ കന്നിമൂലയിൽ ഈ നിലവിളക്കും പണപ്പെട്ടിയും കാണിക്കുന്നത്. അതിനുശേഷം കത്തിച്ചു കൊടുക്കുക, അടുപ്പ് കത്തിച്ചു കൊടുത്തു. അത് അതിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതൊന്ന് തിളച്ച് പൊങ്ങുന്നതിനായിട്ട്. അത് വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് ആ വെയിറ്റിംഗ് ടൈമാണ് ഞങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ എല്ലാവരുമായിട്ടുള്ള ആ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയാണ് ഒന്ന് കാണിക്കുന്നത്. ഈ ഒരു സന്തോഷ നിമിഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാരണം എന്ന് പറഞ്ഞത് കുറേ വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ഭവനം എന്നത്. അത് സാക്ഷാത്കരിക്കുന്ന നിമിഷങ്ങളാണ്. അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. കപ്പൊക്കെ അടുക്കി വയ്ക്കുന്നതാണ്, പാല് വീത്തി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയൊക്കെ. അതിനായിട്ട് കണ്ടോ, പാല് തിളച്ച് നല്ല പൊങ്ങി വരുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഒരു മനസ്സ് നന്നായിട്ട് കുളിർ കോരുന്നുണ്ട്. അടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര, തിളച്ച പാലിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു സ്വപ്നത്തിലെത്തിയ കുറച്ച് വഴികൾ, ഞങ്ങളുടെ കല്ലും മുള്ളും നിറഞ്ഞ ആ ഒരു വഴികളെന്ന് പറയുന്നത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പേടി നിറഞ്ഞ ഒരു കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു നിമിഷം എന്നത് എല്ലാവരുടെ ജീവിതത്തിലും വരുമ്പോഴാണ് ആ ഒരു സന്തോഷം, അതായത് ഹാപ്പിനെസ് അറിയാൻ പറ്റത്തുള്ളൂ. ആ ഹാപ്പിനെസ്സാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്.